നമസ്കാരം. ഞാൻ സഞ്ജു സാനിച്ചൻ. കേരള ക്രൈം ഫയൽസ് സീസൺ 1 ഞാൻ CPO വിനു എന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്. കേരള ക്രൈം ഫയൽ സീസൺ 2 ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. സീസൺ 2 എൻ്റെ ക്യാരക്ടർ ഞാൻ SA ആയിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ ഫസ്റ്റിൽ കുറച്ചും കൂടെ ഒരു പാവം പക്ഷേ എനർജറ്റിക്കായിട്ട് ജോലിയിൽ ആത്മാർത്ഥതയുള്ള എല്ലാം ചുറുചുറുക്കോടെ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 2 എത്തിയപ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ഒരു SA ആയതിൻ്റെ മെച്യൂരിറ്റിയും എല്ലാം ഉള്ള അതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. ഫസ്റ്റ് സീസൺ മലയാളത്തിൽ ആദ്യത്തെ വെബ് സീരീസ് ആയിരുന്നു, ഹോട്ട്സ്റ്റാറിൻ്റെ വെബ് സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതൊരു വലിയ വിജയം കൂടിയായിരുന്നു. സെക്കൻഡ് സീസൺ വരുമ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ളൊരു വെബ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് മലയാളത്തിൽ സംഭവിക്കുന്നത്. സോ അതിൻ്റെയും ഭാഗമാകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 20 കേരള ക്രൈം ഫയൽ സീസൺ 2 റിലീസാകുകയാണ്. അപ്പോൾ അജുവേട്ടൻ സെക്കൻഡിൽ അജുവേട്ടൻ്റെ ക്യാരക്ടറില്ലേ സെക്കൻഡിൽ, അപ്പം അജുവേട്ടനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റിലും സെക്കൻഡിലും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. അതെ അതെ അതൊന്ന് പറയാമോ? ഫസ്റ്റിൽ ഇപ്പോൾ അജുവേട്ടനുണ്ടല്ലായിരുന്നു കൂടുതൽ കോമ്പിനേഷൻ. അതെ 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 സെക്കൻഡിൽ വരുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡിൽ ഇത് ട്രോളിംഗ് ആണ് ഇത് അല്ല അത് ഞാൻ കണ്ടില്ല. ആണോ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സീനില്ലേ? അല്ല, മൂപ്പരോടെ ആയിരുന്നു എനിക്ക് എല്ലാ സീനും. അപ്പോൾ നവാസിക്ക് അപ്പോൾ ഇപ്പോൾ അത് പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സീനിൻ്റെ കാര്യം. ആണോ? ഓക്കെ. ഞാൻ പൊതുവേ പറഞ്ഞു പോയത് എൻ്റെ ക്യാരക്ടർ ഫസ്റ്റിൽ ഞാൻ അജു ചേട്ടൻ ലീഡ് ചെയ്യുന്ന ഒരു പോലീസ് ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ നവാസിക്ക, ഷിൻസേട്ടൻ, ഞങ്ങളിങ്ങനെ ഒരു ടീമായിട്ട്, ലാൽ സാർ, നമ്മൾ ഒരു ടീമായിട്ടൊരു കേസ് തെളിയിക്കാൻ പോവുകയാണ്. ഇതിൽ സെക്കൻഡിൽ വരുമ്പോഴേക്കും ഇത് ലീഡ് ചെയ്യുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. അർജുൻ നോബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുൻ അന്വേഷിക്കുന്ന ഈ കേസിലേക്ക് വന്നെത്തിച്ചേരുന്ന പഴയ സീസണിലെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഓൾറെഡി അതിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനും അജിച്ചേട്ടനുണ്ട്. അജിച്ചേട്ടൻ വളരെ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഏത് സീൻ അഭിനയിച്ചാൽ അതിലൊരു ചെറിയ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു, അയച്ചേട്ടൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അയച്ചേട്ടൻ അത് അടുത്ത സീൻ തുടങ്ങുന്നതിന് മുന്നേ എന്നോട് പറയാറുണ്ട് അത് നന്നായിട്ടുണ്ടെന്നുള്ളത്. സോ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അയച്ചേട്ടൻ. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺസിലൊരാളാണ് അയച്ചേട്ടൻ. അയച്ചേട്ടനോട് പിന്നെയും വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമയിൽ അഭിനയിച്ചു, വെബ് സീരീസിൽ അഭിനയിച്ചു, രണ്ടും തമ്മിൽ കമ്പയർ കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള സിനിമയും എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ അതിലെ അതേ പാറ്റേണിൽ ഷൂട്ട് ചെയ്യുന്നൊരു ഇതാണ് വെബ് സീരീസ് എന്നും. വെബ് സീരീസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇപ്പം സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് വെബ് സീരീസിന് കിട്ടാറുണ്ട്. സിനിമ ഒരു 2.5 മണിക്കൂറിൽ നമ്മൾ ഒരു കഥ പറഞ്ഞു തീർക്കണമെങ്കിൽ കൂടുതലും നായകൻ്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ ആ കഥ ഫുള്ള് പോകുന്നത്. നായകനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആ ഒരു സപ്ലോട്ടിലോട്ട് നമ്മൾ അധികം ഇറങ്ങാറില്ല. പക്ഷേ വെബ് സീരീസ് വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു എപ്പിസോഡ് അവരുടെ കഥ പറയാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് പെർഫോം ചെയ്യാനൊരു സ്പേസ് ഉണ്ട്. ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാനൊരു സ്പേസ് കിട്ടും. എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാന വ്യത്യാസം ക്യാരക്ടർ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് വെബ് സീരീസ് എന്നുള്ളത് സിനിമയെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബാക്കി ഷൂട്ടിംഗ് എല്ലാം ഒരേപോലെയാണ്, ഒരേ ഷെഡ്യൂളും പരിപാടികളാണ്. ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ രേഖാചിത്രത്തിലും വളരെ ലാസ്റ്റ് മിനിറ്റ് എത്തിപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രേഖാചിത്രത്തിലും. അപ്പോൾ ഓൾറെഡി ഈ രേഖാചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോബിൻ ചേട്ടനെ വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഫുൾ ആയായിരുന്നു. അപ്പോൾ പലയിടത്തുനിന്ന് ഈ സ്ക്രിപ്റ്റിനെ പറ്റി കേട്ടിട്ടാണ് ചോദിച്ചേട്ടാ ഇങ്ങനെ ഭയങ്കര ഒരു വർക്ക് വരുന്നുണ്ടെന്ന് കേട്ടത്. പക്ഷേ ഏതോ ദൈവാനുഗ്രഹത്തിൽ ഞാനതിൻ്റെ ഭാഗമാകാൻ പറ്റി. എല്ലാവരും അതായത് അപ്രതീക്ഷിതമായൊരു വിജയമൊന്നുമല്ല രേഖാചിത്രത്തിന്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ചിത്രം നന്നായിട്ട് വരുമെന്നുള്ളത്. അതെന്തായാലും അത് ഭയങ്കര ആ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ആൾക്കാരെ നോട്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്നെ പോയാലും രേഖത്തിൽ അഭിനയിച്ചിട്ടില്ലെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇവന്തോ ഒരു ചെറിയ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധ കിട്ടിയെന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ക്രൈം ഫയൽസും വരുന്നത്. സോ അതും ഒരു ഭയങ്കര പ്രതീക്ഷയുള്ളൊരു കാര്യമാണ്. ഈ സിനിമ, അതായത് കഥകൾ എപ്പോഴും ഞാൻ ചില ഈ മർഡർ മിസ്റ്ററീസൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് കഥകൾ ഇനിയും സിനിമയിൽ പറയാനായിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ ലൈഫ് എടുത്താലും അവരുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ. ഞാൻ ഒരു പടം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നവരൊക്കെ
നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ ഒരു ടെംപ്ലേറ്റ് പോലെ കാണുന്നത് ജയിലിലുള്ളൊരു വളരെ മറ്റേ അവരുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് രീതിയിലാണ് അവരെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പോയി ജയിലൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ മറ്റേ ഇത് ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വളരെ, അതായത് അയാളെ കണ്ടാൽ ഒരിക്കലും ഇയാൾ എന്തിനായിരിക്കും ജയിലിൽ വരുന്നത് നമ്മൾ ആലോചിക്കുന്ന കുറേ ആൾക്കാരെ ഞങ്ങളവിടെ കണ്ടായിരുന്നു. ഞാൻ ഓർത്തിട്ടുണ്ട് ഇവർക്കെല്ലാം പറയാനായിട്ടൊരു നല്ലൊരു കഥ കാണുമായിരിക്കും. ഇതെല്ലാം ഒരു സിനിമ മെറ്റീരിയലായിരിക്കും. ഇത് നമ്മളെ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇതൊരു സിനിമയാക്കിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ അങ്ങനെ. അപ്പോൾ എനിക്ക് സിറ്റുവേഷൻ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല. പക്ഷേ എനിക്ക് ഒരുപാട് കഥകൾ ഇനിയും ത്രില്ലറായിട്ടും ഒരു പോലീസ് സ്റ്റോറി ആയിട്ടൊക്കെ വരാനായിട്ട് ഇനിയും ഒരുപാട് സാധ്യതകളുള്ളൊരു ജോണറാണ്. എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ക്രൈം ഫയൽസിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ട്, ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പം ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് എനിക്കൊരു വളരെ, അത് ഞാൻ പറയുന്നില്ല, വളരെ സുഖമില്ലാത്തൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ജോലിയും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഇങ്ങനത്തെ ഇതിനെ ചെയ്യുന്നതിനായിരിക്കുന്നില്ല, അതിന് ആ ഒരു സൈഡും ഉണ്ട്. ആ ജോലി വളരെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ 2-3 ദിവസം പോയി ക്രൈം ഫയൽസിന് വേണ്ടി നിന്നിട്ടുള്ളതാണ്. ആ ജോലി വളരെ, ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലുള്ളത് ഇപ്പോൾ പോലീസുകാരിൽ വളരെ കൂടുതലാണെന്നുള്ളത്. അപ്പോൾ അവരനുഭവിക്കുന്ന ജോലിയുടെ ബുദ്ധിമുട്ടുകൾ അതുപോലെയുണ്ട്. അതൊരിക്കലും ഇതിനെ ന്യായീകരിക്കുന്നതല്ല, ഒരു ബാലൻസാണ്. എനിക്ക് പറയാനില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പോലീസിൽ, അതുകൊണ്ടൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് വരുന്നത് പെണ്ണ് കേസ് എന്ന് പറയുന്ന പടമാണ്. അതിൽ ഒരു ഫെബിൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ, നിഖിലയാണ് നായിക. E4 എക്സ്പീരിമെൻസിൻ്റെ ബാനറിൽ വരുന്ന പടമാണ്. ഭയങ്കര വളരെ ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഞാനൊരു പെണ്ണ് കേസിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതൊരു വളരെ കോമിക്കലായിട്ട് വരുമെങ്കിലും ഭയങ്കര രസമുള്ളൊരു പ്ലോട്ടാണ്. അത് ഉടനെ അതെ വരുന്നുണ്ട് എൻ്റെ ഒരു കേസ്. പക്ഷേ വളരെ രസമുള്ളൊരു ഹക്കീമാണ് നായകൻ. സോ അത് ഹക്കീമിൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. അപ്പിയറൻസ് വൈസും എല്ലാം ഭയങ്കര, അതൊരു രസമുള്ളൊരു പരിപാടിയായിരിക്കും. അതായത് അതായത് അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ ഒരിക്കലും മറ്റേ അങ്ങനെ എഴുതാനായിട്ടുള്ളൊരു കഴിവുണ്ടെന്ന് എനിക്കുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ നമുക്ക് അവസരം കിട്ടാനായിട്ട്, കാരണം നല്ലൊരു വേഷം കിട്ടാൻ നമ്മളിലേക്ക് എത്തിപ്പെടാൻ കുറേ പാടാണ്. കാരണം ഓൾറെഡി കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം മറികടന്ന് നമ്മളിലേക്ക് ഒരു വേഷം എത്താൻ പാടാണ്. അപ്പം നമ്മളായിട്ടുള്ള കഥകൾ പിച്ച് ചെയ്യാനും നമ്മുടെ എഴുതി വെച്ചേക്കുന്ന നമ്മുടെ കയ്യിലുള്ള പരിപാടികളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കും. ആൾക്കാരുടെ അടുത്ത് പോയി മീറ്റ് ചെയ്തിട്ടുമൊക്കെ എങ്ങനെയെങ്കിലും അതൊരു പ്രോജക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നമുക്കൊരു അതിലൊരു വേഷം എന്നുള്ള രീതിയിൽ മാത്രം. അതും പാരലി ഞങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ വർഷമായിട്ട് അതിൻ്റെ പരിപാടിയുടെ പുറകിലാണ്. സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും ബാക്കിൽ നമ്മൾ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇരുന്ന ഇൻ്റർവ്യൂ പറഞ്ഞത് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമുണ്ട്, ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മതി, അതായത് വർക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതിലോട്ടാണ് ഇപ്പോൾ ശ്രദ്ധ. അങ്ങനെ ഒരുപാട് വർക്ക് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വർക്ക് ചെയ്തു, എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാം, ഇനി ഈ ക്യാരക്ടർ ചെയ്യാം, ഇപ്പം വർക്ക് ഉണ്ടാകുക എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ തിയേറ്ററിൽ ഇമ്പാക്റ്റ് കിട്ടുന്ന പടങ്ങളുടെ ഭാഗമാകാനായിട്ട്, അതായത് തിയേറ്ററിൽ ആൾക്കാർ എൻ്റർടൈൻഡ് ആയിട്ട് പോകേണ്ട ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ചോട്ടം പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ചങ്ങനാശ്ശേരി അഭിനയിൽ കണ്ട ആളാണ്. സോ ഞാനിപ്പോൾ കവിതയിലാണ് കണ്ടത്. കവിത കിങ് സൈസ് തിയേറ്ററാണ്. അപ്പോൾ അവിടെ ആൾക്കാർ അതൊരു സെലിബ്രേഷനാക്കി എടുത്തത്. ഞാൻ അങ്ങനത്തെ പടങ്ങളുടെ ഭയങ്കര ഫാനാണ്. ഞാൻ ഇപ്പോൾ റിലീസിന് കണ്ടിട്ട് പോലും കൊടുത്ത പൈസ മുതലായി എന്ന് പറഞ്ഞാൽ നമുക്ക് എണീറ്റ് പോകാൻ പറ്റുന്ന ഒരു പടമാണ് ചോട്ട മുമ്പേ. അപ്പോൾ നമുക്ക് ആ തിയേറ്ററിലിരിക്കാൻ ഫീൽ കിട്ടും. എൻ്റെ ഫോണിൽ ഈ തിയേറ്ററിൽ ആൾക്കാർ കൈയടിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എനർജി തരുന്ന കാര്യമാണ് ആൾക്കാരുടെ കൈയടി പരിപാടി. അപ്പോൾ അങ്ങനത്തെ പടങ്ങളുടെ ഭാഗമാകാനും എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. ആകട്ടെ. ഞങ്ങളത് ചോട്ടമുമ്പേ ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹലോ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാജമാണിക്യം അങ്ങനത്തെ ഒരു അടിപൊളി പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. രാവണപ്രഭു ഉടനെ വരുവാന്നൊക്കെ കേൾക്കുന്നു, അറിയില്ല. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ വെബ് സീരീസ് കൾച്ചർ ഭയങ്കര കുറവാണ്. പക്ഷേ അത് വരുന്നുണ്ട്. ഇപ്പം നല്ല കുറേ വെബ് സീരീസ് ഓൾറെഡി ആയി, ഇനിയും കുറേ എണ്ണം വരാനുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വെബ് സീരീസാണ്. ഞാൻ പറഞ്ഞത് ലെങ്ത് വൈസ്, പ്രൊഡക്ഷൻ വൈസ് വളരെ വലിയൊരു വെബ് സീരീസ്. കേരള ക്രൈം ഫയൽസ് 1 നോക്കുമ്പോൾ 2 ക്യാൻവാസ് വൈസ് കുറേ കൂടെ വലുതാണ്. പക്ഷേ ലെങ്ത് വൈസ് ഒരു അരമണിക്കൂർ വെച്ചിട്ട്
6 എപ്പിസോഡേ ഉള്ളൂ. അതായത് ഒരു സിനിമ കാണുന്ന ദൈർഘ്യമേ ഈ വെബ് സീരീസിന് ഒരു 3 മണിക്കൂർ മാക്സിമം. അപ്പോൾ അത് എല്ലാവരും വെബ് സീരീസ് കാണാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടു തുടങ്ങിയാൽ അത് തീർക്കണമല്ലോ, അതിനൊരു 8 മണിക്കൂർ ഇരിക്കണമല്ലോ, അങ്ങനെയുള്ള നല്ല കേരള ക്രൈം ഫയൽ സീസൺ 1 പോലെ സീസൺ 2 അരമണിക്കൂറിന് 6 എപ്പിസോഡാണ്. ഒരു ഇരിപ്പിന് തന്നെ കണ്ടു തീർക്കാൻ പറ്റും. ഒരു സിനിമ കാണുന്ന അതേ ലെങ്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹോട്ട്സ്റ്റാറിൽ കേരള ക്രൈം ഫയൽസ് സീസൺ 2 കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഇനിയും കാണാം. സെക്കൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു കഥയാണ്. എന്നാലും ഫസ്റ്റ് ഒന്നുകൂടെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ വട്ടം പോലീസ് ഒരു കോൺസ്റ്റബിളിൻ്റെ മിസ്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വട്ടത്തെ കേസ് അതാണ് സെർച്ച് ഫോർ CP അമ്പിളി രാജു എന്ന് നടക്കുന്നത്. അതൊരു ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ്. താങ്ക് യു സോ മച്ച്.